നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയില്ല, ഇന്നലെ പറഞ്ഞു നിർത്തിയ കഥയുണ്ടല്ലോ, പിശുക്കൻ്റെ മനപരിവർത്തനം. ആ കഥയുടെ തുടർച്ചയാണ്. എവിടെയാണ് നമ്മൾ നിർത്തിയത്? അച്ഛൻ ഇല്ലീസ ഒരു സക്കയായതും സക്ക അവിടെ ഇരുന്നു കൊണ്ട് ഭൂമിയിൽ നോക്കിയപ്പോൾ തൻ്റെ മകനായ ഇല്ലീസ കോടീശ്വരനാണ്, എന്നിട്ട് പോലും പിശുക്കനായിട്ട് ജീവിക്കണം. ഭാര്യയ്ക്കും മക്കൾക്കും പോലും ഭക്ഷണത്തിനുള്ള വക കൊടുക്കില്ല, പരിചാരകരെ സംരക്ഷിക്കുന്നില്ല, കന്നുകാലികളെ സംരക്ഷിക്കുന്നില്ല, കൃഷിയൊന്നും വേണ്ട പോലെ നോക്കുന്നില്ല. പിശുക്ക് തന്നെ, എല്ലാം അങ്ങനെ കുമിഞ്ഞുകൂടി ഇരിക്കുക ധനം. ആ സക്കയ്ക്ക് തോന്നി തൻ്റെ മകനെ ഒരു പാഠം പഠിപ്പിച്ച് നന്നാക്കി എടുക്കണം, അല്ലാതെ ശരിയാവില്ല എന്ന് കരുതി അദ്ദേഹം മകൻ ഇല്ലീസയുടെ അതേ ആ വേഷത്തിൽ ഭൂമിയിൽ വന്നു. വേഗം വന്നിട്ട് അതുപോലെ തന്നെ കോങ്കണ്ണ്, അതുപോലെ തന്നെ കുറിയ ഉയരമില്ലാത്ത മനുഷ്യൻ, കാലിനുള്ള മുടന്ത്, കുറ്റിരോമങ്ങൾ, പിന്നെ എന്തിനു പറയണു, ആ ദുഷ്ടപ്രവർത്തികളൊക്കെ ചെയ്ത് ആരെയും നേരെ നോക്കാത്ത ഒരു പ്രകൃതം, ആരിലും വെറുപ്പുണ്ടാകുന്ന വിധത്തിലാണ് അയാളുടെ പ്രവർത്തികൾ. അയാളെ കണ്ടാൽ തന്നെ ദേഷ്യം വരും. അങ്ങനെ പോയി അയാൾ നേരെ പോയത് രാജധാനിയിലേക്കാണ്. രാജാവിനെ ചെന്ന് കണ്ടപ്പോൾ ഇല്ലീസ കഴിഞ്ഞ ദിവസമല്ലേ ഇവിടെ വന്ന് പോയത്, ഇപ്പം തന്നെ പെട്ടെന്ന് എന്തേ വന്നേന്ന് ചോദിച്ചു. ഞാൻ മന്തയിലൊരു കാര്യമുണ്ട്. എന്താണാവോ? എൻ്റെ ഭവനത്തിൽ ഒരു 80 കോടിയോളം വരുന്ന സ്വർണ്ണ നാണയങ്ങൾ, അത്രയും ധനം കൂടിയിരിക്കുക. ഞാനതൊക്കെ രാജ്യത്തിൽ ഖജനാവിലേക്ക് തരാൻ തീരുമാനിച്ചേക്കുക. അങ്ങ് അത് പ്രജകൾക്ക് വേണ്ടിയിട്ട് എന്താ വേണ്ടതെച്ചാൽ ചെയ്തോളൂ, അവരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചോളൂ. എനിക്ക് അതാണ് അങ്ങനെ വീട്ടിൽ സൂക്ഷിച്ച് വെച്ചിട്ട് എന്താ കാര്യം? എൻ്റെ കാരണവന്മാരും ഗുരു കാരണവന്മാരും ഒക്കെ എൻ്റെ കുടുംബത്തിലുള്ള ഇതിന് മുൻപുള്ളവരൊക്കെ, മുൻഗാമികളൊക്കെ വളരെ ദാനധർമ്മം ചെയ്തിരുന്നവരല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുവരെയൊക്കെ പിശുക്കി ജീവിച്ചു. ഇനിയിപ്പോൾ എനിക്ക് പിശുക്കൊന്നുമില്ല. ഇനി ഞാൻ ദാനധർമ്മങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചേക്കാം. ഞാൻ ആ പണമൊക്കെ അങ്ങയുടെ ഖജനാവിലേക്ക് തന്നേക്കട്ടെ, ഇവിടെ കൊണ്ട് തരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, എന്തിനാ ഇല്ലീസ, വേണ്ട. കാരണം എൻ്റെ ഖജനാവിൽ ധാരാളം പണം കിടപ്പുണ്ട്. പ്രജകൾക്ക് വേണ്ടത്ര എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഞാൻ ഒരുക്കി കൊടുക്കുന്നുണ്ട്, ഞാൻ വേണ്ട വിധത്തിൽ പരിരക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇല്ലീസയുടെ പണം ഇല്ലീസ ഇഷ്ടം പോലെ ചെലവഴിച്ചോളൂ, എന്നാൽ ഞാനത് പാവപ്പെട്ടവർക്ക് കൊടുക്കട്ടെ. അതിനെന്താ, ഇല്ലീസയുടെ പണമല്ലേ എന്ന് പറഞ്ഞു. വേഗം തന്നെ തിരിച്ചിവിടെ വന്ന് രാജ്യം മുഴുവൻ പെരുമ്പറ കൊട്ടി അറിയിച്ചു, എൻ്റെ ഇതുവരെയുള്ള ധനം ഏകദേശം 80 കോടിയോളം വരുന്ന സ്വർണ്ണ നാണയങ്ങളും രത്നങ്ങളും എല്ലാം കന്നുകാലികളെയും ഒക്കെ ഞാൻ ധാരാളമായിട്ട് എല്ലാവർക്കും മറ്റുള്ളവർക്കൊക്കെ ദാനം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. എൻ്റെ ഭവനത്തിലേക്ക് വരുന്നു വിളംബരം ചെയ്തു. വിളംബരം കേൾക്കാത്ത പാടെ ആൾക്കാരെ ഓടിച്ചെന്നില്ലേ ഇല്ലീസയുടെ ഭവനത്തിലേക്ക് ചെല്ലുന്നവർക്കൊക്കെ ഓരോ പണക്കിഴി കൊടുക്കും. പശുക്കളെ വേണ്ട ഒരു പശുക്കളെ കൊണ്ടുകൊള്ളാൻ പറയും. വിത്ത് കൃഷിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ അത് കൊണ്ടുകൊള്ളാൻ പറയും. വ്യവസായിയാണല്ലോ, അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് ഒരു പട്ടണത്തിൽ നിന്ന് വന്ന ഒരാൾക്കുണ്ടല്ലോ, ഒരുപാട് സാധനങ്ങൾ അയാൾക്ക് വേണമെന്ന് ചോദിച്ചു. അതൊക്കെ കൊടുക്കുകയും ചെയ്തു. എല്ലാം കൂടെ കൊണ്ടുപോകാൻ അയാൾക്ക് ചുമക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു, ഇല്ലീസയുടെ തന്നെ ഒരു കാളവണ്ടി ഉണ്ടായിരുന്നു അവിടെ. 2 കാളകളെ ഞങ്ങൾ അഴിച്ച് ആ വണ്ടിയിൽ അങ്ങോട്ട് പൂട്ടി കയറ്റി അയാൾക്ക് കിട്ടിയ എല്ലാ സാധനങ്ങളും കാളവണ്ടി കയറ്റിയിട്ട് അയാൾ പട്ടണത്തിലേക്ക് തിരിച്ച് വീട്ടിൽ പോവുക. അപ്പം നമ്മുടെ ശരിക്കുള്ള ഇല്ലീസ ആ കുറ്റിക്കാട്ടിലിരുന്നു മധുപാന കുറേ കുടിച്ചു, ബോധം കെട്ടു, അവിടെ കിടന്നു ഉറങ്ങി. അത് കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ ഇരിക്കുക കുപ്പി, വീണ്ടും കുറേ കുടിച്ചു. അങ്ങനെ കുടിച്ചും കുടിച്ചും തിന്നും കുടിച്ചും വിശ്രമിച്ചു. അങ്ങനെ അവിടെ കഴിച്ചു കിട്ടും. അപ്പോൾ ആ സമയത്ത് ഈ ഭാര്യയ്ക്കൊരു സംശയം തോന്നി. സംശയം എന്ന് വെച്ചാൽ ഇദ്ദേഹം ഇവിടുന്ന് പോയത് ഈ പുതിയ ഇല്ലീസ, അച്ഛൻ ഇല്ലീസ സക്ക ഇല്ലീസയായി വന്നപ്പോൾ ഒരു വ്യത്യാസം തോന്നില്ല. നേരെ ഭവനത്തിൽ കയറി വന്നായിരിക്കാറുള്ള പോലെ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഭാര്യയെ വിളിച്ചു, നമുക്കിനി ദാനധർമ്മങ്ങൾ അങ്ങോട്ട് തുടങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങണേ. അപ്പോൾ തോന്നി, അയ്യോ ഇദ്ദേഹത്തിൻ്റെ മനസ്സ് മാറിയോ, നന്നായി കേട്ടോ, എന്തിനാ ഇങ്ങനെ പണം കൂട്ടി വച്ചേക്കണേ, ആർക്കെങ്കിലും കൊടുത്താൽ അവർക്കൊക്കെ പ്രയോജനപ്പെടൂലോ, നമുക്ക് സുഖമായിട്ട് കഴിയാലോ എന്ന് ഭാര്യ സമാധാനിച്ചു. അതേ സമയത്ത് തോന്നി, മദ്യപാനത്തിന് അവിടെ നിന്ന് പോയത് ആ കുറ്റിക്കാട്ടിൽ എവിടെ എങ്ങാണ്ട് കൊണ്ടുവച്ചൊരു പരിചാരകങ്ങൾ മദ്യപിച്ച് കഴിഞ്ഞപ്പോൾ ഇയാളുടെ ബുദ്ധി മാറിയായിരിക്കും, അതാവും ഇപ്പോൾ ഈ ദാനധർമ്മമൊക്കെ ചെയ്യാൻ പോണേ എന്ന് ഇങ്ങനെ കരുതുകയും ചെയ്തു. പക്ഷേ ശരിക്കും ഇല്ലീസ കുറ്റിക്കാട്ടിൽ നിന്ന് എണീറ്റ് പോന്നിട്ട് തന്നെ ഇല്ല. ഈ കാളവണ്ടിക്കാരിൽ കയറ്റിയ സാധനങ്ങളൊക്കെ കൊണ്ട് അയാൾ അതിൽ വഴി പോകുമ്പോൾ ഇങ്ങനെ പാട്ടുപാടി തന്നു, എനിക്ക് ജീവിക്കാൻ വേണ്ട എല്ലാ സംഭവങ്ങളും, എനിക്ക് എൻ്റെ ഈ ജന്മം മുഴുവൻ ജീവിക്കാൻ വേണ്ട
എല്ലാവിധ സമ്പത്തും എനിക്ക് ഇല്ലീസ ദാനം തന്നു. എൻ്റെ പ്രിയപ്പെട്ട ഇല്ലീസ, അങ്ങ് നീ 100 വർഷം ജീവിച്ചാലും ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ ഇന്നും പ്രാർത്ഥിക്കും. അങ്ങ് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ജീവിക്കാൻ മാത്രം സമ്പത്ത് എനിക്ക് വെറുതെ തന്നല്ലേ. അപ്പോൾ പിന്നെന്താ, അങ്ങ് ഇനിയും ജീവിച്ചിരുന്നോട്ടെ സുഖമായിട്ട്, ഒരു ജോലിയും ചെയ്യാണ്ട് എനിക്ക് സുഖമായിട്ട് ജീവിക്കാമല്ലോ. എന്നിട്ട് അദ്ദേഹം തന്നെത്താനെങ്ങനെ, ഈ കാളകളാരുടെയാ? അങ്ങയുടെ. ഈ വണ്ടികളാരുടെയാ? അങ്ങയുടെ. ഈ വണ്ടിയിൽ നിറച്ചിരിക്കുന്ന സ്വത്ത് മുഴുവൻ ആരുടെയാ? അതും അങ്ങയുടെ തന്നെ. എൻ്റെ ഇല്ലീസ, ഇതെല്ലാം നിങ്ങളുടെയാ, നിങ്ങൾ എനിക്ക് തന്നതല്ലേ, ദാനം തന്നതല്ലേ എന്ന് മേലോട്ട് നോക്കി തൊഴുതി ഇല്ലീസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇത് കാട്ടിലിരുന്ന് മദ്യപാനിയാണെങ്കിലും ഇടയ്ക്കൊരു ശകലം ബോധമുണ്ട്. അപ്പം കേട്ടോണ്ടിരിക്കുക. കേട്ട് തൻ്റെ പേര് പറയണ കേട്ടപ്പോൾ കാതോർത്ത് എന്തേലും ഈ പറയണേ. അപ്പം മനസ്സിലായി തൻ്റെ സ്വത്തൊക്കെ ആരോ അവിടെ ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആരാ എൻ്റെ സ്വത്തൊക്കെ തനിക്ക് തന്നേന്ന് പറഞ്ഞു. ഇയാളിങ്ങോട്ട് പുറത്തേക്ക് വന്നപ്പോൾ ശരിക്കും ഇല്ലീസ തന്നെ. അപ്പം ഇവിടെ ഈ സ്വത്തും ദാനമൊക്കെ കൊടുക്കാനായിട്ട് വരുമ്പോൾ സക്കയായ ഇല്ലീസ പറയുന്നുണ്ട്, എന്നെപ്പോലെ ഒരുത്തൻ പട്ടണത്തിൽ ഇറങ്ങി നടക്കണുണ്ട്, അവൻ നിങ്ങളെയൊക്കെ ഉപദ്രവിക്കാൻ വരുന്നവൻ, അവനെ കണ്ടിട്ടുണ്ടെങ്കിൽ എവിടെയാണ് വെച്ച് കണ്ടുവച്ചാൽ അവിടെ വെച്ച് അടിച്ച് ഓടിച്ചോളണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലീസ പറഞ്ഞ അതേ ഇല്ലീസയുടെ രൂപത്തിൽ വേറെ ഒരു തവണ വന്നിരിക്കുകയെന്ന് കരുതി വണ്ടീന്നങ്ങടെ ഇറങ്ങി ഇല്ലീസയെ നല്ല പാടി മദ്യലഹരിയൊക്കെ അങ്ങോട്ട് പെട്ടെന്ന് മാറി. തൻ്റെ സ്വത്തൊക്കെ രാജാവ് പിടിച്ചെടുത്ത് പാവങ്ങൾക്ക് വിതരണം ചെയ്യാമെന്ന് അയാൾ വിചാരിച്ചത്. ഉടൻ തന്നെ എന്ത് ചെയ്തു, തൻ്റെ കാളയും വണ്ടി ഇതെൻ്റെ കാളകളാണ്, എൻ്റെ വണ്ടിയാണ്, സമ്പത്ത് മുഴുവൻ എൻ്റെയാണ്, ഇയാളൊക്കെ എങ്ങനെ കിട്ടി? ഇല്ലീസ അയാളുടെ സമ്പത്ത് മുഴുവൻ ദാനം ചെയ്യുന്നതായിട്ട് വിളംബരം ചെയ്തല്ലോ. പിന്നെ ഞാൻ സ്വത്ത് മേടിക്കാൻ പോയിട്ട് എനിക്ക് തന്ന സ്വത്താന്ന് പറഞ്ഞു ഈ വണ്ടിക്കാരൻ. അപ്പോൾ പറഞ്ഞു, ഗ്രാമീണര് ആദ്യം തന്നെ ഇയാൾ വണ്ടിയിൽ നിന്നും കിട്ടി ചാടി ഇറങ്ങി കുതിച്ചങ്ങോട്ട് പിടിച്ച് ഇല്ലീസയ്ക്ക് നല്ല 4 ഇടി അങ്ങോട്ട് കൊടുത്തു. കാരണം പറഞ്ഞിട്ടുണ്ട്, എവിടെ വച്ച് ഇല്ലീസയെ കണ്ടിട്ടുണ്ടെങ്കിൽ അടിച്ച് ഓടിച്ചോളാനാ ഈ സമ്പത്ത് ദാനം ചെയ്ത ഇല്ലീസ പറഞ്ഞേക്കണേ. അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്തു. താൻ കരുതി വെച്ച ധനം അയാൾ ഒരു വിധം വീണ്ടും തപ്പിപ്പറക്കി എണീറ്റ് ഗ്രാമീണനെ തടയാനായിട്ട്, ആ ദാനം മേടിച്ചവനെ തടയാൻ ശ്രമിച്ചു. അയാൾ ഇല്ലീസയെ പിടിച്ചൊരു തള്ളം കൊണ്ട് കൊടുത്തു. തള്ളു കൊടുത്ത വഴിക്ക് വണ്ടി അയാൾ 3 മറച്ചിലങ്ങോട്ട് മറന്നു. അപ്പോഴത്തേക്ക് ആളുകളൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി. അയാൾ ഒരു കണക്കിന് തപ്പിപ്പറക്കി ഉന്തി ഉളിക്കി അങ്ങനെ ചെന്നു. തൻ്റെ വീടിൻ്റെ അടുത്തെത്തിയപ്പം മുറ്റത്ത് കാണുന്ന കാഴ്ച എന്താ? ഗ്രാമീണരിങ്ങനെ ധാരാളം ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. തന്നെപ്പോലെ ഒരുത്തൻ അവിടെ ഇരുന്നു കൊണ്ട് ദാനധർമ്മങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അയ്യോ, ഇതേതാണ്ട് കള്ളത്തരാണല്ലോ എന്ന് കരുതി എൻ്റെ ഭവനത്തിൽ കയറാൻ പോലും എനിക്ക് പറ്റണില്ലല്ലോ. അങ്ങോട്ട് ചെല്ലുമ്പോൾ ആൾക്കാർ തല്ലാൻ പറ്റുകയാണ്. ഭാര്യയുടെ പേര് വിളിച്ചു. ഭാര്യ ഇങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ നല്ല അടി വെച്ച് തരും എന്നും പറഞ്ഞുകൊണ്ട് കുറ്റിച്ചൂലെടുത്തുകൊണ്ടും ഭാര്യ. അപ്പോൾ തന്നെ കാണുന്നവരെല്ലാം തന്നെ ആ നാട്ടിൽ നിന്ന് അടിച്ചോടിക്കാൻ പോവുകയാണെന്ന് മനസ്സിലായപ്പോൾ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് തന്നെപ്പോലെ ഒരുത്തനെ അവിടെ സിംഹാസനത്തിൽ ഇരിക്കണേ ഭവനത്തിൻ്റെ മുൻവശം. അങ്ങനെ എൻ്റെ ഭവനത്തിൽ കയറാൻ പോലും എനിക്ക് പറ്റണില്ലല്ലോ. ഇല്ലീസ അങ്ങനെ പറഞ്ഞു. ഉടനെ ഇനി ഒരു വഴിയേ ഉള്ളൂ, എത്രയും വേഗം ഞാൻ രാജാവിൻ്റെ അടുത്ത് ചെന്ന് ഈ പരാതി ഒന്ന് പറയട്ടെ. ഞാനിങ്ങനെ ഉണ്ടായ സംഭവങ്ങൾ തുറന്ന് പറയാം. ആ സമയത്ത് മറ്റൊരു ഇല്ലീസയെ പോലെ എന്നെപ്പോലെ ഒരുത്തം വന്ന് എൻ്റെ സമ്പത്തൊക്കെ എടുത്ത് ദാനധർമ്മം ചെയ്തു. രാജാവ് എന്തെങ്കിലും ഒരു സമാധാനം ഉണ്ടാക്കി തരണം എന്ന് പറയാനായിട്ട് ഇല്ലീസ രാജകൊട്ടാരത്തിലേക്ക് പോയി. ഇട്ടിക്കൊണ്ട് പഞ്ഞി പരിവായിട്ട് ഏങ്ങി വലിഞ്ഞ് മൊടന്തി തപ്പി തടഞ്ഞ് ഒരു കണക്കിന് ഇല്ലീസ, ശരിയായ ഇല്ലീസ, പിശുക്കനായ ഇല്ലീസ, ആ ക്രൂരനും ദുഷ്ടനും ഒക്കെ ആയിരുന്ന ആ ദുഷ്പ്രവർത്തിക്കാരനായ ഇല്ലീസ ഒരു കണക്കിന് രാജഗോപുരം കടന്ന് രാജാങ്കണം കടന്ന് കൊട്ടാരത്തിനകത്ത് രാജാവിനെ മുഖം കാണിക്കാനായിട്ടെത്തി. ഞാൻ ഈ കഥ ഇന്നിവിടെ നിർത്തുകയാണ് കേട്ടോ. കാരണം നാളത്തേക്കും കൂടി പറഞ്ഞാലേ ഇത് പൂർത്തിയാകുള്ളൂ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു ദിവസം ഒരാളെയെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യിക്കണം. ഈ കഥ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കണം.
കുട്ടികൾക്ക് പറയൂ, നിങ്ങളുടെ ഭവനത്തിൽ കുട്ടികളില്ലേ? ധാർമ്മിക ബോധമുള്ള ഈ കഥകളെ ഏറിയാൽ ഞാൻ എന്താ കുറച്ച് സമയമാക്കി നിർത്തണേ? കുറച്ച് സമയമേ കഥകൾ കേട്ടിരിക്കുള്ളൂ കുട്ടികൾ. അത് കഴിഞ്ഞാൽ ഇനി എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം. ഈ രാജകൊട്ടാരത്തിൽ ചെന്ന് ഇല്ലീസയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞാൻ നാളെ പറയാം. നാളെ ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നന്ദി.